ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മൾ യൂണിറ്റ് 2 നമുക്ക് ഇതും കൂടെ നോക്കാം. യെസ്, കഴിഞ്ഞിട്ട് നമുക്കൊരു 3 യൂണിറ്റും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. Then what tips help in writing a good abstract? എന്താണ് ടിപ്സ്? നമുക്ക് ഒരു നല്ല അബ്സ്ട്രാക്ട് എഴുതണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് ഉണ്ട്. അതെന്തൊക്കെ നോക്കാട്ടോ. റീഡ് അതർ അബ്സ്ട്രാക്ട് ടു ലേൺ ദ ഫോർമാറ്റ്. നമുക്കിപ്പോ നമ്മൾ ആദ്യമായിട്ട് ഒരു അബ്സ്ട്രാക്ട് എഴുതണമെന്ന് വിചാരിക്കാം. അപ്പോ നിങ്ങൾ ആദ്യം വേറെ ആരെങ്കിലും അബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് എന്താണ് അതുപോലെ തന്നെ അല്ല, നമുക്ക് അതിന്റെ ഒരു രീതി മനസ്സിലാവുമല്ലോ. അങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ബി ഷോർട്ട് ആൻഡ് ക്ലിയർ. ചെറുതാക്കിയിട്ട് നല്ല ക്ലിയറിൽ എഴുതുക. ഫോളോ ദ റിക്വയർഡ് ഫോർമാറ്റ്. ഒന്നെങ്കിൽ MLA സ്റ്റൈലില്, ഇപ്പൊ അതിലുണ്ടാകും യൂസ് MLA സ്റ്റൈൽ അല്ലെങ്കിൽ യൂസ് APA സ്റ്റൈൽ. ഓക്കെ, ഇപ്പൊ MLA സ്റ്റൈൽ ആണെങ്കിൽ MLA സ്റ്റൈൽ യൂസ് ചെയ്യുക. ഡോണ്ട് ഇൻക്ലൂഡ് റെഫറൻസസ് ഓർ കോഡ്സ് ഇൻ ദ അബ്സ്ട്രാക്ട്. നിങ്ങൾ എവിടുന്നാണ് ഈ സംഭവം എഴുതിയിട്ടുള്ളത്, നിങ്ങളിപ്പോ ഏതെങ്കിലും റിസർച്ച് ചെയ്തിട്ട് എഴുതിയതാണെന്നുണ്ടെങ്കിൽ ആ സംഭവം ഇപ്പൊ ഞാൻ ഇവിടുന്നാണ് എഴുതിയത് എന്നുള്ളത് നിങ്ങൾ കൊടുക്കരുത്. ഓക്കെ, then make sure each sentence gives useful information. എന്താണ്? യെസ്, നിങ്ങൾ എന്താണ് ഈച്ച് സെന്റൻസ് ഗിവ്സ് യൂസ്ഫുൾ ഇൻഫോർമേഷൻ. നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ സെന്റൻസും എന്ത് ചെയ്യണ്ടേ? യെസ്, എന്ത് ചെയ്യണം? മേക്ക് ഷുവർ ഈച്ച് സെന്റൻസ് ഗിവ്സ് യൂസ്ഫുൾ ഇൻഫോർമേഷൻ. നല്ല അർത്ഥവത്തായിട്ടുള്ള അറിവുകളാണോ അതിൽ കൊടുക്കുന്നത് നിങ്ങൾ എന്താണ് നോക്കിയിരിക്കണം. അത് നമ്മൾ എന്താണ് നല്ല രീതിയിൽ, അതായത് നമ്മൾ റോങ് ഇൻഫോർമേഷൻ കൊടുത്താൽ എന്താണ് ആൾക്കാർ ഇത് തെറ്റിദ്ധരിച്ച് അത് വിശ്വസിക്കില്ലേ? എന്താണ് നമ്മൾ കറക്റ്റ് ഇൻഫോർമേഷൻ, ട്രൂ ഇൻഫോർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് 3ാമത്തെ യൂണിറ്റ് ആണ് ബ്ലോക്ക് 5 ഹു ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് എസ്സേസ് ആൻഡ് ഹു വാസ് ദ ഫസ്റ്റ് മേജർ ഇംഗ്ലീഷ് എസ്സേയിസ്റ്റ്, ഡിസ്ക്രൈബ് ദെയർ സ്റ്റൈൽസ്. ആരാണ് നമ്മൾ ഫാദർ ഓഫ് എസ്സേസ് എന്ന് അറിയപ്പെടുന്നത്? യെസ്, നമുക്ക് എസ്സേസ് ആണ് വരുന്നത് അല്ലെ. ആരാണ്? യെസ്, മൊണ്ടെയ്ൻ. യെസ്, മൊണ്ടെയ്ൻ ആണ് നമ്മൾ ഫാദർ ഓഫ് എസ്സേസ് എന്നറിയപ്പെടുന്നത്. നോട്ട് ഫോർ ഹിസ് കാഷ്വൽ സ്റ്റൈൽ എന്ന് എഴുതുന്ന രീതിയാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ഇനിയോ ഫ്രാൻസിസ് ബേക്കൺ. അപ്പം നമ്മുടെ യെസ്, ഹു വാസ് ദ ഫസ്റ്റ് മേജർ ഇംഗ്ലീഷ് എസ്സേയിസ്റ്റ് ആരാന്നും കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ഫ്രാൻസിസ് ബേക്കൺ ആണ് നമ്മൾ ഇംഗ്ലീഷ് എസ്സേയിസ്റ്റ്, ഫസ്റ്റ് ഇംഗ്ലീഷ് എസ്സേയിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, കാരണം ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, ഫ്രാൻസിസ് ബേക്കണും മൊണ്ടെയ്നും. ഇനിയോ വാട്ട് ഡിഡ് സാമുവൽ ജോൺസൺ സേ അബൌട്ട് എസ്സേസ് ആൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താ നമ്മൾ സാമുവൽ ജോൺസൺ എസ്സേനെ കുറിച്ച് പറഞ്ഞത്? എ ലൂസ് സാലി ഓഫ് ദ മൈൻഡ്. എന്താണ്? എ ലൂസ് സാലി ഓഫ് ദ മൈൻഡ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. എ ലൂസ് സാലി ഓഫ് മൈൻഡ്. എ ലൂസ് സാലി ഓഫ് ദ മൈൻഡ് എന്താ പറഞ്ഞാല്? മീനിങ് എസ്സേസ് ആർ ഫ്ലെക്സിബിൾ ആൻഡ് നോട്ട് നീഡ് സ്ട്രിക്ട് സ്ട്രക്ചർ. അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയനിൽ, അതായത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തില് എന്താണ് നമുക്ക് എന്താണ് തോന്നുന്നത് അത് എഴുതണം. അതിനൊരു പ്രത്യേക റൂളൊന്നും ആവശ്യമില്ല. എ ലൂസ് സാലി ഓഫ് ദ മൈൻഡ്, നമുക്ക് മനസ്സിൽ തോന്നുന്നത് അത് എഴുതുന്നതാണ് എന്ത് എസ്സേസ് എന്ന് പറയുന്നത്. പക്ഷെ നല്ല രീതിയിൽ എഴുതേണ്ട രീതിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് യെസ്, വാട്ട് ആർ ദ 2 മെയിൻ ടൈപ്സ് ഓഫ് എസ്സേസ് ആൻഡ് ദെയർ ഡിഫറൻസ്? എന്താണ് 2 തരം എസ്സേസ്? മെയിൻ ആയിട്ട് ഇൻഫോർമൽ ആൻഡ് ഫോർമൽ. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ ഇൻഫോർമൽ എന്താണ്? പേഴ്സണൽ, നമ്മൾ രീതിയിൽ എഴുതുന്നത്, അതായത് റിലാക്സ്ഡ്, ഫസ്റ്റ് പേഴ്സൺ, ഇമോഷണൽ, നമ്മുടെ ഇമോഷനും കാര്യങ്ങളും എഴുതുന്നതാണ് എന്ത്? ഇൻഫോർമൽ അഥവാ പേഴ്സണൽ എസ്സേസ്. ഇനി ഫോർമൽ ആണെങ്കിലോ ഇൻപേഴ്സണൽ എസ്സേസ്, അതായത് നല്ല സ്ട്രക്ചർ ആയിരിക്കും, കുറച്ച് ലോജിക്കായിട്ട്, കുറച്ച് ഘട്ടമായിട്ട് നല്ല ഒരു സ്ട്രക്ചറോട് കൂടി എഴുതുന്നതായിരിക്കും ഫോർമൽ എസ്സേസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആർഗ്യുമെന്റേറ്റീവ് എസ്സേ? എന്താ ആർഗ്യുമെന്റേറ്റീവ് എസ്സേ? അതിന്റെ ഗോൾ എന്താണ്? അത് ഒറിജിൻ ചെയ്തത് എവിടെയാണ്? ഇറ്റ് ടേക്സ് എ സ്റ്റാൻഡ് യൂസിംഗ് ഫാക്ട്സ് ആൻഡ് ലോജിക് ടു പെർസ്യൂഡ് ദ റീഡർ, ഓൾസോ കോൾഡ് പോയിന്റ് ഓഫ് വ്യൂസ് എസ്സേ ഫ്രം ഗ്രീക്കോ റോമൻ പെർസുവേഷൻ. അതായത് ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ അതിനെ എന്താണ് ആർഗ്യുമെന്റ് ചെയ്ത് എഴുതല്ലേ, ആർഗ്യൂ ചെയ്ത് എഴുതുക, അതിനെ തന്നെ എന്താണ് അതിൽ പോസിറ്റീവ് കണ്ടെത്തി അതിനെ ആർഗ്യൂ ചെയ്ത് എഴുതുന്നതാണ് എന്ത് ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എന്ന് പറയുന്നത്. ഓക്കെ, റീഡറിന് അത് പറഞ്ഞിട്ട് ഇതാണ് അതിലുള്ള ശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് അവരെ ബോധിപ്പിക്കുന്ന ഒരു രീതി. ഓക്കെ, യെസ്. ഇനി വാട്ട് ഇസ് ദ ഗോൾ ഓഫ് എൻ എക്സ്പോസിറ്ററി എസ്സേ ആൻഡ് ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ്? ഈ അടുത്തൊരു എസ്സേ ആണ് എക്സ്പോസിറ്ററി. ഓർക്കുന്നുണ്ടോ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ? ഓക്കെ, ഓർക്കുന്നുണ്ടോ? യെസ്. ഗോൾ എക്സ്പ്ലെയിൻ ടോപ്പിക് ക്ലിയർലി വിത്തൗട്ട് പേഴ്സണൽ വ്യൂസ്. അതായത് എക്സ്പോസിറ്ററി എസ്സേ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു അഭിപ്രായം ഇല്ലാതെ വേറെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് പേഴ്സണൽ വിത്തൗട്ട് പേഴ്സണൽ വ്യൂസ് കാര്യം പറഞ്ഞു നിർത്തുക, അല്ലാതെ നമ്മളെ അഭിപ്രായം അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല.
Okay, yes. What do reflective or philosophical essay explore and show? എന്താ reflective or philosophical essay എന്ന് പറയുന്നത്? They explore big ideas like life's meaning. എന്താ philosophy അല്ലെ? philosophy എന്ന് പറയുമ്പോൾ എന്താണ്? അത്രയും ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതാണ് നമ്മൾ എസ്സേയിൽ പറയുന്നത്. യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ? What freedom do they offer? And the descriptive essay, describe ചെയ്യല്ലേ? They paint a picture with words using sensory detail. Describe ചെയ്യും. നമ്മൾ വാക്കുകളിലൂടെ ഇങ്ങനെ ചിത്രം വരക്കാന്ന് പറയില്ലേ, അതാണ് ഇത്. അത്രയും ഡിസ്ക്രൈബ് വർണ്ണിച്ചെഴുതുന്നതാണ് ഇത് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നല്ല എസ്സേക്ക് വേണ്ട ഫീച്ചേഴ്സ് നോക്കാം. എന്താ നല്ല എസ്സേക്ക് വേണ്ട ഫീച്ചേഴ്സ്? യെസ്, കെയർഫുൾ പ്ലാനിങ്. നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വേണം ഒരു കാര്യം എഴുതാൻ നിൽക്കുമ്പോൾ. ക്ലിയർ ആൻഡ് സിമ്പിൾ, ക്ലിയർ ആയിരിക്കുക, സിമ്പിൾ ആയിട്ട് എഴുതുക. പിന്നെ ബാലൻസ്ഡ് വ്യൂ. എന്താണ്? എല്ലാത്തിലും ബാലൻസ് ചെയ്തിക്കുക. ഒരു ഭാഗത്ത് മാത്രം ഫുള്ള് പോസിറ്റീവ്, അതിനെ മാത്രം പോസിറ്റീവ് പറഞ്ഞിട്ട് മറ്റേത് ഫുള്ള് നെഗറ്റീവായി പറയല്ലേ വേണ്ടത്. എന്താണ്? ഒരു ബാലൻസ്ഡ് വ്യൂ. ഓക്കെ. പിന്നെന്താണ്? സ്മൂത്ത് ഫ്ലോ ബിറ്റ്വീൻ ഐഡിയാസ്. ഇപ്പൊ നിങ്ങൾ ഒരു പാരഗ്രാഫ് ഒന്ന് വേറെ പാരഗ്രാഫൊക്കെ പോകുമ്പോൾ ഇത് രണ്ട് കണക്ഷൻ ഉണ്ടാവണം. ഓക്കെ. ഈ ഐഡിയ ഇതിനോട് ചേർന്നിരിക്കണം. സ്മൂത്ത് ഫ്ലോ, സ്മൂത്തിൽ ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോവുക. യൂസ് ഓഫ് എക്സാമ്പിൾസ് ആൻഡ് കോഡ്സ്. നിങ്ങൾ ഉദാഹരണങ്ങൾ വെച്ചിട്ട് ഇപ്പം വേറെ മഹാന്മാര് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് ഒക്കെ എന്താണ് നമ്മൾ എഴുതുക എന്നുള്ളതാണ്. ഇനി നമുക്ക് യൂണിറ്റ് 4 ആണ്. എസ്സേ ഇപ്പൊ കഴിഞ്ഞു. ഇനി നമുക്ക് യൂണിറ്റ് 4 ആണ്, റിപ്പോർട്ട്. എന്താണ് റിപ്പോർട്ട്? എന്താ റിപ്പോർട്ട്? യെസ്, വാട്ട് ഈസ് എ റിപ്പോർട്ട് ആൻഡ് വൈ ഈസ് ഇറ്റ് റിട്ടൺ? എന്താ റിപ്പോർട്ട്? യെസ്, എ റിപ്പോർട്ട് ഈസ് എ ഫോർമൽ അക്കൗണ്ട് ഓഫ് പാസ്റ്റ് ഇവന്റ്സ്. നമ്മൾ എന്താണ് പാസ്റ്റ് ഇവന്റ്സ് ആണല്ലേ ഉദ്ദേശിക്കുന്നത്. നമ്മള് ഇപ്പൊ നടന്ന കാര്യം, ഇപ്പൊ നമ്മള് യെസ് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിരുന്നു, ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്ന കാര്യമാണെങ്കിൽ മെയിൻ ആയിട്ട് റിപ്പോർട്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലെ. അതാണിത്. ഇപ്പൊ നടന്ന ഒരു കാര്യത്തിനെ കുറിച്ച് എഴുതുന്നതാണ്, അല്ലെങ്കിൽ കുറച്ച് മുന്നേ നടന്ന ഒരു കാര്യത്തിനെ കുറിച്ച് എഴുതുന്നതാണ് ഇത് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ ദ വേർഡ് കംസ് ഫ്രം ലാറ്റിൻ റിപ്പോർട്ടാറെ, മീൻസ് ടു ക്യാരി ബാക്ക്. റിപ്പോർട്ടാറെ എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്, നമ്മളെ കമ്മ്യൂണിക്കേഷന്റെ പോലെ അല്ലെ. അപ്പോ അതിലെ മീനിങ് എന്താണ്? ടു ക്യാരി ബാക്ക്, ഒന്ന് നമ്മൾ വലിച്ചു കൊണ്ടുവരിക എന്ന് പറയില്ലേ, അതായത് നമ്മൾ കഴിഞ്ഞ കാര്യം ഒന്ന് കൊണ്ടുവരിക. റിപ്പോർട്ട്സ് ആർ റിട്ടൺ ടു ഇൻഫോം, അനലൈസ്, ട്രാക്ക് പ്രോഗ്രസ് ആൻഡ് ഗിവ് റെക്കമെൻഡേഷൻ. റിപ്പോർട്ട് എന്താണ്? ആർ റിട്ടൺ ടു ഇൻഫോം, അനലൈസ്, ട്രാക്ക് പ്രോഗ്രസ് ആൻഡ് ഗിവ് റെക്കമെൻഡേഷൻ. നമ്മൾ എന്താണ് ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഒരു ആക്സിഡന്റ് നടന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യെസ്, ഇൻഫോം ചെയ്യൂലേ. അതെന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഇന്ന സ്ഥലത്ത് ഇന്നതൊക്കെ നടന്നു. അതൊക്കെ നമ്മൾ പറയുന്നത് ഏതിലൂടെയാണ്? റിപ്പോർട്ടിലൂടെയാണ്. വാട്ട് 6 കീ ക്വസ്റ്റ്യൻസ് ഷുഡ് എ റിപ്പോർട്ട് ആൻസർ? ഇപ്പൊ ഒരു റിപ്പോർട്ടിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, എന്തൊക്കെയാണ്? ഓർമ്മ ഉണ്ടാവും. എന്താണ്? യെസ്, ഹൂ, വാട്ട്, വെൻ, വേർ, വൈ ആൻഡ് ഹൗ. ആര്, എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്. യെസ്, ഇതൊക്കെ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്? യെസ്, ഒരു റിപ്പോർട്ട് എന്ന് നമ്മൾ വിളിക്കും. യെസ്, ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് വാട്ട് ആർ ദ 2 മെയിൻ ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ്, വാട്ട്സ് ദ ഡിഫറൻസ്? ഇനി മെയിൻ ആയിട്ടുള്ള 2 ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് ആണ് നോക്കുന്നത്. ഇൻഫോർമൽ റിപ്പോർട്ട്സ് ആൻഡ് ഫോർമൽ റിപ്പോർട്ട്സ്. എന്താണ് ഇൻഫോർമൽ റിപ്പോർട്ട്സ്? കാഷ്വൽ ഇൻ സ്റ്റൈല്. അതായത് ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സാധാരണ രീതി ആലോചിച്ചാൽ മതി. ഓക്കെ, എന്താണ് കൂടുതലായിട്ട് റൂൾസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫോർമൽ ആകുമ്പോഴോ അത് കുറച്ചും കൂടെ ഓഫീസ് യൂസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? പോവല്ലേ? ഓക്കെ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ റൈറ്റിംഗ് എ റിപ്പോർട്ട്? ഇനി റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നോക്കുന്നത്. ഡിഫൈൻ ഒബ്ജക്റ്റീവ്, then collect data, make an outline, write and revise the report. നമ്മൾ ഒബ്ജക്റ്റീവ്, അതായത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഡിഫൈൻ ചെയ്യുക. എന്താണ് നിങ്ങളിപ്പോൾ ആക്സിഡന്റ് ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. കളക്ട് ഡാറ്റ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എവിടെ നിന്നൊക്കെ എന്താ പറയാ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും അതൊക്കെ കളക്ട് ചെയ്യുക. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. എന്നിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു കാര്യം നമുക്ക് തോന്നിയ പോലെ റിപ്പോർട്ടിൽ എഴുതാൻ പറ്റൂല. കുറെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? യെസ്. വാട്ട് ആർ ഇൻഫോർമൽ റിപ്പോർട്ട്സ് ആൻഡ് ദെയർ ടൈപ്സ്? അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇൻഫോർമൽ റിപ്പോർട്ട്സ്? നമ്മൾ പറഞ്ഞു ഇൻഫോർമൽ റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നമ്മളെ രീതിയിൽ എഴുതുന്നതാണെന്നുള്ളത്. യെസ്, ഇൻഫോർമൽ റിപ്പോർട്ട്സ് ആർ ഷോർട്ട്, കാഷ്വൽ ആൻഡ് യൂസ്ഡ് ഫോർ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ. അതായത്
ചെറുതായിരിക്കും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് എന്താണ്, ഏതൊക്കെയാണ് 2 തരമുണ്ട്, ലെറ്റർ റിപ്പോർട്ട്സും മെമ്മോ റിപ്പോർട്ട്സും. ഒന്നെന്താണ് 4 to 5 pages ആയിരിക്കും ലെറ്റർ റിപ്പോർട്ട്സ് ഉണ്ടാവുക. ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ എന്താണ് കുറെ എഴുതൂലല്ലോ റിപ്പോർട്ട്. യെസ്, അപ്പം 4 to 5 pages ആണ് ഉണ്ടാവുക. ദെൻ മെമ്മോ റിപ്പോർട്ട്സ് ആകുമ്പോഴോ കുറച്ചും കൂടെ ഷോർട്ടർ ആയിരിക്കും, 2 to 3 pages ഉണ്ടാവുള്ളൂ. ഓക്കെ, യെസ്, അത് കുറച്ചും കൂടെ ഭയങ്കര ഇൻഫോർമൽ ആണ്. ഇനി ഫോർമൽ റിപ്പോർട്ട് ഏതൊക്കെയാണ്, അതിന്റെ 3 തരമാണ് നോക്കുന്നത്. എ ഫോർമൽ റിപ്പോർട്ട് ഈസ് എ ഡീറ്റെയിൽഡ് സ്ട്രക്ചേർഡ് റിപ്പോർട്ട് ഫോർ ബിസിനസ് ഓർ അക്കാഡമിക് യൂസ്. അതിൽ 3 തരമുണ്ട്. ഒന്നെന്താണ്, യെസ്, റുട്ടീൻ ഓർ പീരിയഡിക് റിപ്പോർട്ട്സ്. നമ്മൾ പറഞ്ഞു ഫോർമൽ എന്ന് പറയുമ്പോൾ യെസ് ഫോർമൽ ആണ്, കുറച്ചും കൂടെ ഓഫീസ് യൂസിന് വേണ്ടിയിട്ടാണ് അല്ലെ. യെസ്, അപ്പൊ എന്താണ് റുട്ടീൻ ഓർ പീരിയോഡിക് റിപ്പോർട്ട്സ്. അതിലെന്താണ് നമുക്ക് പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം, നമ്മൾ പറഞ്ഞിരുന്നു. യെസ്, അപ്പോൾ പബ്ലിഷ് റെഗുലർലി ലൈക്ക് ഇയർലി ഓർ മന്ത്ലി. ചിലപ്പോൾ അതെന്താണ് ഒന്നെങ്കിൽ മാസത്തിലോ അല്ലെങ്കിൽ കൊല്ലത്തിലോ ഒക്കെ കിട്ടുന്ന റെക്കോർഡ്സ് ആണ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ആണ് എന്ത് റുട്ടീൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഇൻഫോർമേഷണൽ, പ്രസന്റ് ഫാക്ട്സ് ഓർ ഇൻഫോർമേഷൻ ഇൻ ആൻ ഓർഗനൈസ്ഡ് വേ. അതായത് നമ്മൾ നല്ല രീതിയിൽ ഫാക്ടുകൾ, കാര്യം, അതായത് യാഥാർത്ഥ്യം പറയുന്നതാണ് എന്ത് ഇൻഫോർമേഷണൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഇന്റർപ്രിറ്റേറ്റീവ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ റിപ്പോർട്ട്സ് നമുക്ക് പറയാം. അതിൽ അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ഫാക്ട്സ് ഇൻ എ സയന്റിഫിക് വേ. നമ്മൾ ശാസ്ത്രീയപരമായിട്ട് എന്താണ് എല്ലാതും നമ്മൾ ഒക്കെ നോക്കിക്കണ്ട് നമ്മൾ ഹോൾ ടോട്ടലി പറയുന്നതാണ് എന്ത് യെസ് ഇന്റർപ്രിറ്റേറ്റീവ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ, പോവല്ലേ? യെസ്, നെയിം 3 ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ്, ഗിവ് 1 പ്രോ ആൻഡ് 1 കോൺ ഫോർ ഈച്ച്. 3 ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ് അതിന്റെ ഉപകാരം. പിന്നെ അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഒരു യെസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് എന്താണെന്നാണ് ചോദിച്ചത്. യെസ്, ഇത് എങ്ങനെയാണ് നമുക്ക് ഒരു റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കുറെ ഇൻഫോർമേഷൻസ് അവിടുന്ന് ഇവിടെ നമുക്ക് കിട്ടുന്നിടത്തുനിന്നൊക്കെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ രീതി ഏതൊക്കെയാണെന്ന് നോക്കാൻ പറഞ്ഞത്. ഏതൊക്കെയാണ്? യെസ്, പേഴ്സണൽ ഇന്റർവ്യൂ. നമുക്ക് എന്താണ് പേഴ്സണൽ ആയിട്ട് അവരെ വിളിച്ചു വരുത്തിയിട്ട് എന്താണ് അവരെ ഇന്റർവ്യൂ ചെയ്യാം. പിന്നെയോ ടെലിഫോണിക് ഇന്റർവ്യൂസ്, നമുക്ക് ഫോണിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കാം. പിന്നെയോ സർവേസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനേഴ്സ്, നമുക്കറിയാലോ ക്വസ്റ്റ്യനേഴ്സ് സർവേസ് ഒക്കെ നടത്താറില്ലേ, അങ്ങനെയും ചെയ്യാം. ഇതാണ് 3 രീതി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് എ ഫോർമൽ റിപ്പോർട്ട്? ഫോർമൽ റിപ്പോർട്ടിൽ ഉണ്ടാകേണ്ട പാർട്സ്, അതായത് ഇപ്പൊ കുറച്ചും കൂടെ ഓഫീസ് രീതിയാണല്ലോ, അപ്പൊ അതിന് മെയിൻ ആയിട്ട് നമ്മൾ നോക്കണ്ടേ. യെസ്, അപ്പൊ അതിൽ ഫ്രണ്ട് മാറ്റർ ഉണ്ടായിരിക്കും, മെയിൻ ബോഡി, പിന്നെ ബാക്ക് മാറ്റർ. ഫ്രണ്ട് മാറ്ററിൽ എന്താണ് ഒരു ടൈറ്റിൽ പേജ് ആയിരിക്കും, പിന്നെ അബ്സ്ട്രാക്ട് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ മെയിൻ ബോഡിയിൽ എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും, പിന്നെ എന്താണ് ആ റിപ്പോർട്ടിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ റെക്കമെൻഡേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെയോ ബാക്ക് മാറ്റർ, അതായത് നമ്മൾ എവിടുന്നാണ് ഈ ഡാറ്റ എടുത്തിട്ടുള്ളത് ഒക്കെ പറയുന്നത് എവിടെയാണ്? ബാക്ക് മാറ്ററിലാണ്. യെസ്, ഇനി നമുക്ക് ലാസ്റ്റ് യൂണിറ്റിലോട്ട് പോവുകയാണ്. ഓക്കെ, സോ യെസ്, യൂണിറ്റ് 5 ഫ്രം ബ്ലോക്ക് നമ്പർ 5. ഓക്കെ, സോ ഇതാണ് നമ്മളെ ലാസ്റ്റ് സെഷൻ കേട്ടോ. ഓക്കെ, സോ ഇത്രയും എടുത്ത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ലാസ്റ്റ് യൂണിറ്റിലോട്ട് പോവാം. വൈ ഈസ് എഡിറ്റിംഗ് ഇമ്പോർട്ടന്റ് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ബെനിഫിറ്റ്സ്? നമ്മൾ പറഞ്ഞു ഇത്രയും ചെയ്തത് നമ്മൾ എഡിറ്റ് ചെയ്യലും പ്രൂഫ് റീഡ് ചെയ്യലും നമുക്ക് നിർബന്ധമാണെന്നില്ലേ, എന്നാലും നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത്. യെസ്, വൈ ഈസ് എഡിറ്റിംഗ് ഇമ്പോർട്ടന്റ്? ഓക്കെ, യെസ്, ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ബെനിഫിറ്റ്? എന്തുകൊണ്ടാണ് നമുക്ക് എഡിറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം? അപ്പൊ നമുക്കറിയാം നമ്മൾ ഫോട്ടോ എടുത്താൽ തന്നെ എത്ര എഡിറ്റ് ചെയ്യാറില്ലേ. യെസ്, അതുപോലെ തന്നെ എഴുതുന്നതിലും നമുക്ക് എന്താണ് എഡിറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കണ്ടേ എന്താണ് അത് എത്ര ഇമ്പോർട്ടന്റ് ആണുള്ള കാരണം? യെസ്, make the content clear and organized. Okay, then keeping the writing focused on the topic. അതായത് നമ്മൾ ഇങ്ങനെ വീണ്ടും വായിച്ച് അത് എഡിറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് ആ നമ്മൾ എഴുതിയിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ അത് ക്ലിയർ ആകുകയും ചെയ്യും, നല്ല രീതിയിൽ ഓർഗനൈസ് ആക്കാൻ പറ്റുകയും ചെയ്യും. അപ്പൊ നമ്മളോട് ഒരു കാര്യം, അപ്പോൾ നമ്മൾ ഒരു സംഭവത്തിനെ കുറിച്ച് എഴുതിയെന്ന് വിചാരിച്ചോളൂ, നമ്മൾ നല്ല രീതിയിൽ എഴുതി വായിച്ചൊക്കെ നോക്കി വീണ്ടും എഡിറ്റ് ഒക്കെ ചെയ്താൽ നമ്മൾ ഒരാൾക്ക് കാണിച്ചെടുക്കുമ്പോൾ അടിപൊളി എഴുത്താണല്ലോ എന്ന് പറയും. അങ്ങനെ നമുക്ക് എന്താണ് നമ്മളെ റൈറ്റിംഗിലും ഇംപ്രൂവ് ചെയ്യാം. പിന്നെയോ ഹെൽപ്പിംഗ് ESL ലേണേഴ്സ് റൈറ്റ് വിത്ത് ക്ലാരിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. ESL എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്താ? യെസ്, അറിയുന്നവരെന്ന് പറഞ്ഞേ എന്താ? യെസ്, അതായത് ഇംഗ്ലീഷ് ആസ് സെക്കൻഡ് ലാംഗ്വേജ്. ഇപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഉണ്ടല്ലോ അതൊന്നും കൂടി ഉപകാരപ്രദമാവും എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇംഗ്ലീഷ് അത്രയും നമ്മൾ ഫ്ലുവന്റ് ഒന്നും അല്ലല്ലോ. അപ്പൊ നമ്മൾ ഒന്നും കൂടെ വായിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് അടിപൊളിയായിട്ട് നമുക്ക്
ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം. പിന്നെയോ ലീഡിങ് ടു ബെറ്റർ ഫൈനൽ റിസൾട്ട്, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇങ്ങനെ എഡിറ്റ് ചെയ്താൽ. ഓക്കെ, യെസ്. ഇനി നോക്കാനുള്ളത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോർ എഡിറ്റിംഗ് എ ഡ്രാഫ്റ്റ്. നമ്മൾ പറഞ്ഞു അതിപ്പോ ഒരു സംഗതി എഴുതുമ്പോൾ ഒരു റഫായിട്ട് എഴുതണം എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. റീഡ് ദ ഹോൾ ഡ്രാഫ്റ്റ് കെയർഫുള്ളി. അതായത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതൂലേ, അതായത് ഇപ്പൊ റഫായിട്ട് എഴുതുക എന്ന് പറയില്ലേ, അത് നല്ല രീതിയിൽ നല്ല സൂക്ഷ്മതയോട് കൂടി വായിക്കുക. പിന്നെയോ ചെക്ക് ഗ്രാമർ, പങ്ക്ച്വേഷൻ ആൻഡ് സെന്റൻസ് സ്ട്രക്ചർ. ഇപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അതിലെന്തൊക്കെ നോക്കണം, എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, പിന്നെ കുത്ത്, പുള്ളി, കോമ ഇതൊക്കെ കറക്റ്റ് ആണോ, പിന്നെ അതുപോലെ തന്നെ സെന്റൻസ് സ്ട്രക്ചർ കറക്റ്റ് ആണോ ഒക്കെ നോക്കുക. റിമൂവ് എക്സ്ട്രാ ഓർ അൺനെസസറി പാർട്സ്. ചിലപ്പോൾ നമ്മൾ എഴുതിയത് തന്നെ എഴുതിയിട്ടുണ്ടാവും, അതൊക്കെ എന്താണ് ഒന്നും ചിലപ്പോൾ പറഞ്ഞത് തന്നെ വേറെ രീതിയിൽ തിരിച്ചു മറിച്ചൊക്കെ ഒരേ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ എന്താണ് മായ്ക്കുക. ഓക്കെ, പിന്നെയോ ആഡ് മിസ്സിംഗ് ഓർ ഹെൽപ്ഫുൾ ഇൻഫോർമേഷൻ. ഇതിപ്പോ നമുക്ക് അപ്പോഴേക്കാണ് തോന്നുക ഇവിടുത്തെ ചേർത്താലും കുഴപ്പമില്ലല്ലോ, ഇത് ഇവിടെ ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചേർത്ത് കൊടുക്കാം. പിന്നെയോ റീ അറേഞ്ച് പാരഗ്രാഫ് ഫോർ ബെറ്റർ ഫ്ലോ. നമുക്ക് പാരഗ്രാഫ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു പാരഗ്രാഫ് എഴുതി മറ്റേ പാരഗ്രാഫ് എഴുതുമ്പോൾ ഇതിനെന്താണ് കണക്ഷൻ ഉണ്ടാകണം. അപ്പൊ ചിലപ്പോൾ നമുക്ക് വായിക്കുമ്പോഴേ കാര്യം ഇത് കണക്ഷൻ ഇല്ലല്ലോ, ഈ പാരഗ്രാഫ് അവിടെ കൊണ്ടുപോയി വെക്കാം, ആ പാരഗ്രാഫ് ഇവിടെ കൊണ്ടുപോയി വെക്കാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടി വായിക്കുമ്പോഴാണ് മനസ്സിലാവില്ലേ, അങ്ങനെ ചെയ്യാം. ഇനിയോ യൂസ് ഡിഫറെന്റ് സെന്റൻസ് ടൈപ്പ്. പല രീതിയിൽ സെന്റൻസ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ യൂസിങ് ലിങ്കിങ് വേർഡ്സ്. ഇപ്പൊ നമ്മൾ കുറെ ആൻഡ്, ദിസ് ആൻഡ് ദാറ്റ്, ദിസ് ആൻഡ് ദാറ്റ്, ദാറ്റ് ആൻഡ് ദിസ്, അങ്ങനെ ആൻഡ് ഇങ്ങനെ ഉപയോഗിക്കാതെ ഹൗ ഓവർ, മോർ ഓവർ, വർത്ത്ലെസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം. അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, യെസ്. കീപ് ഫോർമാറ്റിംഗ് ആൻഡ് ലേ ഔട്ട് കൺസിസ്റ്റന്റ്. നല്ല രീതിയിൽ ഫോർമാറ്റ് ഒക്കെ ഒരു കൺസിസ്റ്റന്റ്, ഒരു ചിട്ടയും ഒതുക്കത്തോടു കൂടി അത് ഒരു നല്ല രീതിയിൽ ലേ ഔട്ട് ഉണ്ടാക്കി വെക്കുക. പിന്നെ പ്രൂഫ് റീഡ് ദ ഫൈനൽ ഡ്രാഫ്റ്റ്. പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ വേറെ ഒന്നും എഴുതി ഉണ്ടാക്കൂലേ, നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് വേണ്ടാത്തതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ഗ്രാമറൊക്കെ ഇട്ട് പുള്ളി കോമ ഒക്കെ ഇടണ്ടിടത്തിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് എഴുതിണ്ടാക്കും. അതൊന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ ആണോ? യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? യെസ്. വാട്ട് ഈസ് പ്രൂഫ് റീഡിംഗ് ആൻഡ് വാട്ട് ഡസ് ഇറ്റ് ഫോക്കസ് ഓൺ? എന്താ പ്രൂഫ് റീഡിംഗ്? Proofreading is the final check for spelling mistakes and grammar errors. It focuses on sentence level correction. അപ്പൊ പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ നോക്കുന്നതാണ് എന്ത് പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞത്. എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും ഗ്രാമർ എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നതാണ് എന്ത് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. ദെൻ വാട്ട് ആർ 4 ടിപ്സ് ഫോർ പ്രൂഫ് റീഡിംഗ്? നമ്മൾ പ്രൂഫ് റീഡ് ചെയ്യേണ്ട നമുക്കൊരു ടിപ്പ് തരാണ് കേട്ടോ. എന്താണ്? നമ്മൾ പ്രൂഫ് റീഡ് ചെയ്യുമ്പോൾ അത്രയും നമ്മൾ ലാസ്റ്റ് ആയിട്ട് വായിക്കുന്നതല്ലേ, അപ്പൊ നമുക്ക് നല്ല ശ്രദ്ധ ഉണ്ടാവണം. മെല്ലെ വായിക്കുക. റീഡ് സ്ലോലി, മെല്ലെ ഓരോന്നും ഇരുത്തി വായിക്കുക. റീഡ് അലൗഡ്, ഒന്ന് ഒച്ചത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ചെക്ക് 1 എറർ ടൈപ്പ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു എറർ കണ്ടെത്തുക. ടേക്ക് ബ്രേക്സ്. ഇപ്പൊ നമ്മൾ കുറെ വലിയ റിപ്പോർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയിൽ നിർത്തിയിട്ട് വേണം ഇത് നോക്കാൻ വേണ്ടിയിട്ട്. യെസ്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആൻഡ് യെസ്, വാട്ട് ആർ ദി പ്രോബ്ലംസ് വിത്ത് യൂസിങ് സ്പെൽ ചെക്ക്? നമ്മൾ ഇപ്പോൾ സ്പെൽ ചെക്ക് യൂസ് ചെയ്യൂലേ, ഇതിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിലൊക്കെ ഇട്ടിട്ട് അതിനെ കൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്നാണ് നോക്കുന്നത്. ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് വൊക്കാബുലറി. അതിൽ കൊടുത്തിരിക്കുന്ന ലിമിറ്റഡ് വൊക്കാബുലറി ഉണ്ടാകുകയുള്ളൂ. ദെൻ മേ മാർക്ക് കറക്റ്റ് വേർഡ്സ് ആസ് റോങ്. ചിലപ്പോൾ ശരിയുള്ളത് തെറ്റെന്ന് പറയും, തെറ്റുള്ളത് ശരിയെന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അപ്പം ബെറ്റർ we should read. Okay, then many may miss words used in the wrong context. ചിലപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഇവിടെ ഇരിക്കേണ്ട വേർഡ് ചിലപ്പോൾ ഇവിടെ ഇതല്ല യൂസ് ചെയ്യേണ്ടത്, വേറെ വേർഡ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ തന്നെ കൺഫ്യൂഷൻ ആക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ടോ, കാണ്ട് ഹാൻഡിൽ ബ്രിട്ടീഷ് വേഴ്സസ് അമേരിക്കൻ സ്പെല്ലിംഗ്സ് വെൽ. ചിലപ്പം ഇവർക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അമേരിക്കൻ ഇംഗ്ലീഷ് ഏതാന്ന് മനസ്സിലാവുകയില്ല എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പൊ ഇത്രയാണ് നമ്മളെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് പേപ്പർ വരുന്നത്. ഓക്കെ, 6 ബ്ലോക്കിലായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? എടുത്തതൊക്കെ മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി നിങ്ങൾ കുറച്ച് ദിവസമേ ഉള്ളൂ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. എക്സാം ഓറിയന്റഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ഫോക്കസ് ചെയ്യുക, പഠിക്കുക. പിന്നെ എക്സാം എഴുതുമ്പോൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഗ്രാമർ പാർട്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഓരോന്നും മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. സോ താങ്ക് യു. പിന്നെ ഇത്രയും ശ്രദ്ധിച്ചതിന്
and focus on your studies, and thank you so much.